പലപ്പോഴും ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ കാഴ്ചപ്പാടിൽ വരുന്നത് മുഴുവൻ ആ എക്കോസിസ്റ്റത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അത് മാത്രമായിരിക്കും നമ്മുടെ ശരി. അങ്ങനെ ഇദ്ദേഹം വലിയ ഭഗവാനാണെന്ന് വിശ്വസിച്ചിരുന്നയാളാണ് ഞാൻ. അവതാര പുരുഷനാണ് എന്നാണ് ഞാനും കരുതിയിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് ശരിയായിരിക്കും എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് നമ്മൾ അതിനെ ആ എക്കോസിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്ന് നമ്മൾ വലിയൊരു വായനയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ വിശാലമായ ജനാധിപത്യത്തിന്റെ ശുദ്ധമായി ശ്വസിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ കാലം വരെ അനുഭവിച്ചു പോന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ എഴുതാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട നോവൽ വായിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട ഭക്ഷണം വായിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ടയാളെ പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് മുഴുവൻ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം വരാൻ എനിക്ക് ഒരുപാട് കാലം കഴിയേണ്ടി വന്നു. പക്ഷെ പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എന്റെ മുൻപിൽ വളരെ കൃത്യമായിട്ടുള്ള നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എന്റെ പാത ശരിയാണെന്ന ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. കുറച്ച് കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസിന് ഭാവിയില്ല എന്നും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരില്ല എന്നും കരുതിയ കാലത്താണ് നിങ്ങൾ ആലോചിക്കണം, ഈ രാജ്യം ഭരിക്കുന്ന 10-18 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുല്ലുപോലെ ഞാൻ കോൺഗ്രസിലേക്ക് കടന്നു വന്നു. ആ പാർട്ടിയെ വലിച്ചെറിഞ്ഞിട്ടാണ് വന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞിട്ടാണ് വന്നത്. പൈസ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ കൊടി വിറ്റ് പൈസ ഉണ്ടാക്കാമായിരുന്നു അവിടെ നിന്ന്, അല്ലെ? കൊടി പോലും വിറ്റ് പൈസ ഉണ്ടാക്കാമായിരുന്നു സാഹചര്യം. അതൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യമാണ്, നമ്മൾ അനുഭവിക്കുന്ന ലിബറൽ മൂല്യങ്ങളാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നത്. ഞാനെടുത്ത തീരുമാനം പരിപൂർണമായും ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ഈ രാജ്യം കടന്നു പോകുന്നത്. ഞാൻ അന്നെടുത്ത തീരുമാനം എന്തായിരുന്നു? ഒരുപക്ഷെ അതിനെ എതിർത്തിരുന്ന ആളുകൾ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ബി.ജെ.പിയുടെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള മുൻ HR-D മിനിസ്റ്റർ ഡോക്ടർ മുരളി മനോഹർ ജോഷി എഴുതിയ, അദ്ദേഹം വലിയ അക്കാഡമിഷ്യനാണ്, അദ്ദേഹം ബി.ജെ.പി നേതാവാണെങ്കിൽ പോലും ഒരു അക്കാഡമിഷ്യനാണ്, ബനാറസ് സർവകലാശാലയിൽ നിന്ന് ഉന്നതമായിട്ടുള്ള റാങ്കിൽ വിജയിച്ചിട്ടുള്ള പ്രൊഫസറാണ്, വലിയ ബുദ്ധിജീവിയാണ്. അദ്ദേഹം എഴുതി, ഈ സമരത്തെ എതിർക്കുന്നത് ശരിയല്ല, ഇതിനെ രാജ്യദ്രോഹികളെന്നും അതല്ലെങ്കിൽ ദേശദ്രോഹികളെന്നും അവരെ മുദ്ര കുത്തുന്നത് ശരിയല്ല എന്ന് ഡോക്ടർ മുരളി മനോഹർ ജോഷിയെ പോലെ ബി.ജെ.പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള ആൾ തന്നെ എഴുതിയപ്പോൾ ഞാനത് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് പോലും കാര്യം മനസ്സിലായി തുടങ്ങി. ബി.ജെ.പി പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്ന് ബി.ജെ.പിയിലുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് പോലും തോന്നുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. എന്റെ കുറച്ച് സുഹൃത്തുക്കളോട് ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് ഒരു പേടിയും പഠിക്കേണ്ട. 2029 കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത സ്ഥലത്ത് പോലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നവർ ജയിച്ചു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് വരാൻ പോകുന്നതെന്ന് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു. അവര് പറഞ്ഞു അതൊന്നും അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മോദി ഭയങ്കരമാണ്, മോദി എല്ലാം പഴയ പാർട്ടിക്കാരാ പറയും, മോദി ഇതെല്ലാം മാനേജ് ചെയ്യും, എല്ലാം തിരിച്ചു തരും. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ശക്തി അറിയില്ല, ഈ ചൂണ്ടുവിരലിൽ പുരട്ടുന്ന മഷിയുടെ ശക്തി നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഒരാളുടെ 2 മാസം മുമ്പ് ബോധ്യപ്പെട്ട ഒരു മനുഷ്യണ്ട്, അയാളോട് ചോദിച്ചു നോക്കിയാൽ മതി എന്താണ് ജനങ്ങളുടെ ശക്തി, ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് മൂപ്പര് പറഞ്ഞു തരും. പയ്യന്നൂര് വീണു, തളിപ്പറമ്പ് വീണു, തൃക്കരിപ്പൂര് വീണു, ഇനി വല്ലതും വീഴാൻ ബാക്കിയുണ്ടാവും. തൃക്കരിപ്പൂര് വീണാ പിന്നെ ലോകത്ത് വേറെ, ഇനി സോവിയറ്റ് യൂണിയൻ വീണു എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല. പക്ഷെ തൃക്കരിപ്പൂര് വീണു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കുറച്ച് പാടാ. കാരണം കയ്യൂരും ചീമേനിയും പിലിക്കോടും ഒക്കെ അടങ്ങുന്ന തൃക്കരിപ്പൂര് പോലും അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത നെറികേടുകളുടെ ശിക്ഷ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തതാ. ആ ശിക്ഷയാണ് ഇപ്പൊ കേന്ദ്രത്തെയും കാത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ കുട്ടികൾ, വിദ്യാർത്ഥി സമൂഹം വിചാരിച്ചാൽ തകരാത്ത ഒരു ഏകാധിപതിയുടെ കോട്ടയുമില്ല എന്ന് ഈ രാജ്യം തെളിയിച്ച നിമിഷങ്ങളാണ്. അതുകൊണ്ട് അഭിമാനത്തോടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മുടെ രാജ്യം തിരിച്ച് യഥാർത്ഥ പാതയിലേക്ക്, ശരിയായ പാതയിലേക്ക് പോവുകയാണ്. 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ നാടിന്റെ അധികാരം കിട്ടിയത് കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? മറ്റൊരു പയ്യന്നൂരാകുമായിരുന്നു, അല്ലേ? കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ മറ്റൊരു നോർത്ത് കൊറിയ ആകുമായിരുന്നു. നോർത്ത് കൊറിയയുടെ പ്രത്യേകത എന്താ? നോർത്ത് കൊറിയയിൽ പോയി കഴിഞ്ഞാൽ
എല്ലാം ഗവൺമെന്റ് ഡിസൈൻ ചെയ്ത മാതിരി മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്റെ മക്കൾ ഇരിക്കുന്നുണ്ട്, പലരെയും ഹെയർ സ്റ്റൈൽ പല രീതിയിലാണ്, നല്ല മനോഹരമായ ഹെയർ സ്റ്റൈൽ ഉണ്ട്. പക്ഷെ അവിടെ ഒരൊറ്റ ഹെയർ സ്റ്റൈലേ പറ്റുള്ളൂ. അവിടുത്തെ ഭരണാധികാരി ഉണ്ട്, കിങ് ജോങ് ഉൻ. മൂപ്പർ എങ്ങനെ മുടിവെട്ടുന്നോ അതുപോലെ മാത്രമേ അവിടെ മുടിവെട്ടാൻ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് പിണറായി വിജയന്റെ അതേ സ്റ്റൈലിൽ മുടിവെട്ടണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമോ? ആ ഗതി ഈ നാട്ടിലുണ്ടാവുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കിട്ടി. സ്വാതന്ത്ര്യം ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാര്യത്തിനും ഇഷ്ടപ്പെട്ട കാര്യം എഴുതാൻ പറ്റില്ല. വേണ്ട, ഇപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇവിടെ സോഷ്യൽ മീഡിയയിൽ SFIയുടെ പോസ്റ്ററും SFIയുടെ ഗാനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളോട് ചോദിക്കണം, കമ്മ്യൂണിസ്റ്റ് ചാനലിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് ചാനലിൽ ഫേസ്ബുക്ക് ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് ചാനലിൽ യൂട്യൂബ് ഉണ്ടോ? ഒന്നുമില്ല. ഗവൺമെന്റ് ഡിസൈൻ ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനപ്പുറം കമ്മ്യൂണിസ്റ്റുകാരുടെ മധുരമനോജ്ഞ ചൈനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾക്ക് അവിടെ റീല് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഈ പറയുന്ന ചെങ്കൊടി പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ണൂരിലും മാത്രമായി പോയത് ഈ നാടിന്റെ ഭാഗ്യമാണ്. ഈ രാജ്യം മുഴുവൻ ഈ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്വാതന്ത്ര്യം നമുക്കുണ്ടാവില്ലായിരുന്നു, ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി അധികാരം കിട്ടിയ 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി RSSന്റെ കയ്യിലായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ നാട് ബാക്കി ഉണ്ടാകുമായിരുന്നു. ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് പരസ്പരം വെട്ടിക്കേറി ഈ നാടിലെ ജലാശയങ്ങൾ മുഴുവൻ രക്തപങ്കിലമായി മാറില്ലായിരുന്നു. ഗംഗയും യമുനയും കാവേരിയിലും ഒക്കെ ജലത്തിന് പകരം വെള്ളത്തിന് പകരം രക്തമൊഴുകില്ലായിരുന്നോ? അപ്പോ നമ്മൾ സന്തോഷിക്കേണ്ടതില്ല, നമ്മൾ ഏറ്റവും ആഹ്ലാദിക്കേണ്ടതില്ല. 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ നാട് പിറവിയെടുത്ത് വീണത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ധിഷണാശാലിയായ ദീർഘദർശിയായിട്ടുള്ള അങ്ങേയറ്റത്തെ ജനാധിപത്യവാദിയായ മതേതരവാദിയായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ കരതലങ്ങളിലേക്കായിരുന്നു എന്നുള്ളതിലാണ് നമ്മൾ ആശ്വസിക്കേണ്ടത്.